നമസ്കാരം, വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ. നമ്മള് ക്രിസ്മസ് എക്സാമിന്റെ ആൻസർ കീ ചെയ്യുന്ന സെക്ഷനിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കണോ? അപ്പൊ അത് കണ്ടതിന് ശേഷം മാത്രം എന്താ നോക്കിയാടാ മക്കളെ, ഈ ഒരു സെക്ഷൻ കാണുക, ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറിൽ തന്നെ പഠിച്ചു പോകാടാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിട്ടോടാ മക്കളെ? എ ബോക്സ് കണ്ടെയ്ൻസ് 12 white beads and 8 black beads. If a bead is taken from the box without looking, what is the probability of it being a white bead എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പെട്ടിയിൽ 12 വെളുത്ത മുത്തുകളും 8 കറുത്ത മുത്തുകളും ഉണ്ട്. പെട്ടിയിലേക്ക് നോക്കാതെ ഒരു മുത്ത് എടുത്താൽ അത് വെളുത്ത മുത്താകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാലോ. മൊത്തം ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ഇതാ നോക്കി, 2, 4, 6, 8, 10, 12 വെളുത്ത മുത്തുണ്ട്. അതുപോലെ 2, 4, 6, 8 കറുത്ത മുത്തുകളുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതാ നോക്കിയാണ് മക്കളെ, ഇതിന്റെ വെളുത്ത മുത്തുകളാവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ എന്താ, എത്ര വെളുത്ത മുത്തുകളാണുള്ളത്? 12 വെളുത്ത മുത്തുകളല്ലേ ഉള്ളത്. വൈറ്റ് ബീഡ്സ് 12 അല്ലേ ഉള്ളത്. 12 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാന്ന് നോക്കി നോക്കുക. ഇവിടെ 12 എണ്ണം വരുന്നുണ്ട്, ഇവിടെ 8 എണ്ണം വരുന്നുണ്ട്. ടോട്ടൽ എത്രയാണ് മക്കളെ വരുന്നത്? 20 അല്ലേ വരുന്നത്. അപ്പൊ 12/20 എന്ന് പറഞ്ഞിട്ട് വരും. വേണമെന്നുണ്ടെങ്കിൽ മക്കളെ നമുക്കൊന്ന് വെട്ടി ചെറുതാക്കുകയാണെങ്കിൽ നല്ലതാണ്. 3 4s are 12, 5 4s are 20 അല്ലെ. അപ്പൊ 3/5 എന്ന് പറയുന്നതായിരിക്കണം മക്കളെ ഇതിന്റെ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത്. ദെൻ അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? How many white beads should be added to the box to make the probability of getting a black bead is 1/3? അപ്പൊ നോക്കിയാ മക്കളെ, അപ്പൊ ഈ പെട്ടിയിലേക്ക് എത്ര വെളുത്ത മുത്തുകൾ കൂടി ഇട്ടാലാണ് കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 1/3 ആവാന്ന് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ പറയാ, വൈറ്റ് ബീഡ്സ് എത്ര ആഡ് ചെയ്താലാണ് ആ മക്കളെ ബ്ലാക്ക് ബീഡ്സിന്റെ പ്രോബബിലിറ്റി 1/3 ആവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി ഞാനിവിടെ എന്ത് ചെയ്യാൻ പാടാ മക്കളെ, ബ്ലാക്ക് ബീഡ്സിന്റെ ആ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പോവാ. ബ്ലാക്ക് ബീഡ്സിന്റെ പ്രോബബിലിറ്റി എത്രയാണ് മക്കളെ വരുന്നത്? 8/20 എന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ എക്സ് നമ്പർ ഓഫ് എന്ത് ചെയ്തു എന്ന് വിചാരിക്കുക, എക്സ് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ എക്സ് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ എക്സ് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ അവസ്ഥ എന്ന് പറയുന്നത്? ഇവിടെ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ എണ്ണം ടോട്ടൽ എണ്ണത്തിലുള്ള മക്കളെ വർധനം ഉണ്ടാവുക. അപ്പൊ 8/20 + x എന്ന് കൊണ്ട് എഴുതാം. ഈസ് ഈക്വൽ ടു എന്താവണമെന്നാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? 1/3 ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇതാ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കൊടുക്കാം മക്കളെ. 8 × 3 ഈസ് ഈക്വൽ ടു 1 × 20 + x എന്താണ് മക്കളെ വരിക? 20 + x അല്ലേ വരിക. അപ്പോ എനിക്ക് എന്തുകൊണ്ട് എഴുതാം? 20 + x ഈസ് ഈക്വൽ ടു 3 × 8 എത്രയാണ് മക്കളെ വരിക? 24 അല്ലേ വരിക. അപ്പൊ x ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 24 minus 20 is equal to മക്കളെ 4 എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് എന്താ പറയാ, ഈ പെട്ടിയിലേക്ക് എത്ര വെളുത്ത മുത്തുകൾ കൂടി ഇട്ടാൽ കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 1/3 ആവുന്ന പറയണത്? 4 എണ്ണം ഇട്ടാൽ മതി എന്നാണ് പറയുന്നത്. ഇനി ഇതാ നോക്കിയേ, ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു വഴിയുണ്ട്. ഞാൻ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും എന്റെ മക്കൾക്ക് നിങ്ങൾക്ക് ഒരു രക്ഷയില്ലെങ്കിൽ ചെയ്തു നോക്കാനുള്ള ഒരു വഴിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയണേ. ഇവിടെ ഞാൻ ഇങ്ങനെയല്ലേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിവിടെ എന്താ പറയാ, 1/3 ആവണമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് എന്താ പറയാ, 1/3 ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വരയിൽ മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ, നമ്മുടെ ബ്ലാക്ക് ബീഡ്സ് വരാൻ പാടുള്ളൂ. ബാക്കിയുള്ളതിലേക്ക് എന്ത് വരണം എന്നാ പറയുന്നത്? വൈറ്റ് ബീഡ്സ് വരണം എന്നല്ലേ പറയുന്നത്. അപ്പൊ അതാ നോക്കിയാ മക്കളെ, ഞാൻ ഇവിടെ ഒരെണ്ണിട്ട് കൊടുത്തു, ഇവിടെ ഒരെണ്ണിട്ട് കൊടുത്തു. അതാ നോക്കിയൊക്കെ ഇവിടെ മൊത്തം ഞാൻ എത്ര വൈറ്റ് ബീഡ്സ് ആഡ് ചെയ്തോളാം? 4 വൈറ്റ് ബീഡ്സ് ആഡ് ചെയ്തു. അപ്പൊ അതിൽ ഒരു വരി എന്തായിട്ട് മാറിയിടാ? ഒരു വരി മൊത്തം എന്തായിട്ട് മാറി? ബ്ലാക്ക് ബീഡ്സ് ആയിട്ട് മാറി. ബാക്കി 2 വരി എന്തായിട്ട് മാറി? വൈറ്റ് ബീഡ്സ് ആയിട്ട് മാറിയില്ലേ? അപ്പൊ 1/3 മൊത്തം 3 വരിയില് ഒരു വരി എന്തായിട്ട് മാറിയിടാ? ബ്ലാക്ക് ബീഡ്സ് ആയിട്ട് മാറിയില്ല. അപ്പൊ എത്ര വൈറ്റ് ബീഡ്സ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യേണ്ടി വന്നത്? 4 എണ്ണല്ലടാ മക്കളെ വരുന്നത്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഒന്ന് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു വഴിയായിട്ട് ഞാൻ പറഞ്ഞു മാത്രം. നിങ്ങൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് നോക്കി വെക്കുക. 1/3 ആകുമ്പോൾ ആ ഒരു 3 റോ, 1/4 ആണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ 4 റോ ആയിട്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ ചെയ്തു നോക്കണമെങ്കിൽ ചെയ്തു നോക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോടാ മക്കളെ, അടുത്ത ചോദ്യം എന്തായിരുന്നു? 8th term of an arithmetic sequence is 23 and 11th term is 27. What is the 5th term? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 23ഉം 11ാം പദം 27 ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രേണിയുടെ 5ാം പദം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെക്കാൻ പോവാ. x8 is equal to എത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്? 23 ആണെന്നും അതുപോലെ x11 എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്? 27 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിഥമാറ്റിക് സീക്വൻസിൽ
ഒരു നമ്പറിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത ടേം കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ എട്ടാമത്തെ ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9th ടേം, വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10th ടേം, വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11th ടേം. അതായത് 3 കോമൺ ഡിഫറൻസ് ഡി പൊതുവ്യത്യാസം ആഡ് ചെയ്താലാണ് മക്കളെ 11ാമത്തെ ടേം കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് എഴുതിക്കൂടെ? x8 plus 3d is equal to x11 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് x8 പകരം എന്ത് കൊടുക്കണം മക്കളെ? എനിക്ക് 23 plus 3d is equal to 27 കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ 3d is equal to, അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 27 minus 23 is equal to 4 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ d is equal to എന്താണ് പറഞ്ഞിട്ടുള്ള മക്കളെ? എനിക്ക് 4/3 ആണെന്ന് പറഞ്ഞിട്ട് വരും. d is equal to എന്താണെന്ന് പറഞ്ഞിട്ട് വരും? 4/3 ആണെന്ന് പറഞ്ഞിട്ട് വരും. d യുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലായി? എനിക്ക് 4/3 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? 5ാം പദം അല്ലെങ്കിൽ 5th ടേം അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 5th ടേം എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? 5th ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഞാനിപ്പോ ഈ പറഞ്ഞ മാതിരി ആണെങ്കിൽ 5th ടേം കണ്ടുപിടിക്കാൻ 8th ടേമിൽ നിന്ന് 3d കുറച്ചാ പോരടാ. അതായത് 8ാമത്തെ ടേമിന്റെ കൂടെ 3d കൂട്ടുമ്പോ 11ാമത്തെ ടേം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ 8ാമത്തെ ടേമിൽ നിന്ന് 3d കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടണടാ? 5ാമത്തെ ടേം കിട്ടണ്ടേ? അപ്പൊ അതാ നോക്കിയേ, 8ാമത്തെ ടേമിൽ നിന്ന് 3d കുറയ്ക്കാൻ പോവാ. 8ാമത്തെ ടേം എത്രയാ വരുന്നത്? 23 അല്ലേ വരുന്നത്? 23 minus 3 into d ഇവിടെ ഓൾറെഡി എന്താണ് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? 4/3 ആണ് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോകുമ്പോ എന്തായിട്ട് മാറൂടാ മക്കളെ? 23 minus 4 is equal to എത്രയായിരിക്കും വരിക? 19 ആയിരിക്കും മക്കളെ ആൻസർ വരിക. അപ്പൊ 5ാമത്തെ പദം എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ വരിക? 19 ആയിരിക്കും വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ സംഭവം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ശ്രേണിയുടെ 17ാമത്തെ പദമാണ് ചോദിച്ചിട്ടുള്ളത്. 17ാമത്തെ പദം എങ്ങനെയാണോ മക്കളെ കണ്ടുപിടിക്കുക? എനിക്കറിയാലോ, ഇവിടെ ഓൾറെഡി x11 കണ്ടുപിടിച്ചിട്ടുണ്ട്. x11ന്റെ കൂടെ 17 ആവണമെന്നുണ്ടെങ്കിൽ എത്ര കൂട്ടേണ്ടി വരൂടാ മക്കളെ? 6d ആഡ് ചെയ്താൽ പോരെ? 6d ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 17th ടേം കിട്ടില്ലേ? അപ്പൊ x11ന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 6d. x11 എത്രയാണെന്ന് അറിയാം, എനിക്ക് 27 അല്ലേ വരുന്നത്. അപ്പൊ 27 plus 6 into dക്ക് പകരം എന്ത് കൊണ്ട് കൊടുക്കണം മക്കളെ? 4/3 എന്ന് കൊണ്ട് കൊടുക്കാം. അപ്പൊ ഈ 6ഉം 3യും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്താണ് വരിക? 12 വരിക. അപ്പൊ 27 plus 2 into 4 എത്രയാ വരിക? 8 അല്ലേ വരിക. is equal to ആൻസർ എന്ന് കൊണ്ട് വരൂടാ 35 എന്ന് കൊണ്ട് വരും. സിമ്പിൾ ആയിട്ട് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. 24 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യം നോർമലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവരവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമ്മിനെ പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന് മുന്നേ ഓൾറെഡി ഞാൻ വെറുതെ ഒരു സീക്വൻസ് എഴുതാൻ പോകാടാ മക്കളെ. ഞാൻ വെറുതെ ഒരു സീക്വൻസ് എഴുതാൻ പോകും. അപ്പൊ ഇവിടെ നോക്കിയാടാ 2 എന്ന് പറയണത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5, 8, പിന്നെ അടുത്ത എത്രയാ വരിക? 11. അത് പറഞ്ഞ മാതിരി പിന്നെ അടുത്തത് എന്തായിരിക്കും വരിക? 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 14, 17, 20 ഇങ്ങനെയാണ് മക്കളെ വരിക. ഇപ്പൊ നോക്കിയടാ, ഈ 2 എന്ന് പറയണതും 20 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 22. അതുപോലെ 5ഉം 17ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 22. 8ഉം 14ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 22. അപ്പൊ ഇവര് എല്ലാവരും തമ്മിലുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 22 ആയിരിക്കും വരിക. 22 ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മയിൽ ഇരുന്നോട്ടെ. ഈ പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മയിൽ ഇരുന്നോട്ടെ. ഇനി ശ്രേണിയുടെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഈ തുക കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? Sn is equal to എന്താണെന്ന് അറിയാം? n/2 into x1 പ്ലസ് xn എന്നാണ് പറയുക. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാടാ മക്കളെ? n എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാ? 24 അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 24 divided by 2 into x1 പ്ലസ് x24 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അതായത് ഇവിടെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എഴുതാടാ മക്കളെ? 12 into x1 പ്ലസ് x24 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എഴുതിക്കൂടെ? അപ്പൊ ഇതില് x1ഉം x24ഉം എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഇനി ഞാൻ ഇത് അല്ലാതെ വേറൊരു രീതിയിൽ എന്ന് പറയുമ്പോൾ അതാ നോക്കിയാണോ മക്കളെ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കേസിൽ 2, 5, 8, 11, 14, 17, 20 ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ ഇതാ നോക്കിയാണോ മക്കളെ? ഈ x1 പ്ലസ് x24 എന്ന് പറയണതും അതുപോലെ x2 പ്ലസ് x23 എന്ന് പറയണതും എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കില്ലേ വരിക? അതുപോലെ x3 പ്ലസ് എന്തായിരിക്കും വരിക? x22 എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു മക്കളെ.
8th ടേം എനിക്കറിയാവുന്നതാണ്. 17th ടേം ഞാൻ എത്രയാണെന്ന് കൊണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് മക്കളെ. 17th ടേം എത്രയാണെന്ന് കൊണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് 35 ആണെന്ന് കൊണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ഞാൻ നോക്കിയാടാ മക്കളെ, ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയത് 3 + 22 ആണ് വരിക. 4 + എത്രയായിരിക്കും വരിക? 21 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ x8 + x17 എന്ന് പറയണതും എന്തായിരിക്കും വരിക? ഇതിന് സെയിം ആയിട്ടല്ലേ വരിക? സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. 1 + 24 25 ആണ്. 2 + 23 എത്രയാണ്? 25 ആണ്. 3 + 22 25 ആണ്. x8 8 + 17 എത്രയാണ് മക്കളെ വരിക? 25 ആണ് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് എനിക്ക് മാറ്റി എഴുതാടാ. 12 × x8 + x17 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ലേ? അപ്പൊ അതാ എങ്ങനെയായിരിക്കും മക്കളെ വരിക? 12 × x8 ഓൾറെഡി എന്താണെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. x8 എന്ന് പറയുന്നത് 23 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ x8 പകരം എന്ത് കൊടുക്കണം മക്കളെ? എനിക്ക് 23 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പ്ലസ് x17 ഓൾറെഡി എന്താന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? 35 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതാ 23 + 35 അല്ലേ വരിക. അപ്പൊ 23 + 35 എന്ന് പറയുമ്പോൾ 12 × 23 + 35 എത്രയാണ് മക്കളെ വരിക? 23 + 35 5 3 കൂടി ആഡ് ചെയ്യുമ്പോൾ 8 2 3 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 5 58 എന്ന് പറഞ്ഞിട്ട് വരിക. 12 × 58. ഇനി 58നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 8 14 6 ബാക്കി 1 10 11 അതുപോലെ 8 5 എത്രയായിരിക്കും മക്കളെ വരിക? 6 9 6 696 ആണ് മക്കളെ എന്തെന്ന് പറയണത്? ഇതിന്റെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 696 ആയിരിക്കും വരിക. ഇനി ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് x1 + x24 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടായാലും ചെയ്യാം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? 17th ടേം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ 3D മറ്റേ എന്താ പറയാ 24th ടേം കിട്ടാൻ 70 ആഡ് ചെയ്താൽ മതിയാവും. അങ്ങനെ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ ഉദ്ദേശിച്ചുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം പറഞ്ഞത് മാത്രം. എന്ത് തന്നെ കഴിഞ്ഞാലും ഈ പറഞ്ഞ ഈ ഒരു ടെക്നിക്ക് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും മക്കളെ. അപ്പൊ അതുകൊണ്ട് എന്തായാലും എന്റെ മക്കൾ എന്താ പറയാ, ഇതൊന്ന് നന്നായിട്ട് ചെയ്ത് തന്നെ നോക്കുക. അപ്പോ ഇത്രയേ ഉള്ളൂടാ മക്കളെ. നമ്മുടെ ഈ ഒരു സെക്ഷൻ ബിയിലെ മെയിൻ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എന്താ പറയാ, നന്നായി ചെയ്തതിന് ശേഷം എന്താ പറയാ കാത്തിരിക്കുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.